ഹായ് കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മാത്സ് അരിത്തമെറ്റിക് ഓഫ് പാർട്സിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് നമുക്കിന്ന് നോക്കാം. ഇൻ ഈച്ച് പെയർ ഓഫ് പിക്ചർ ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻ ഓഫ് ദ സർക്കിൾ വി ഗെറ്റ് ബൈ കട്ടിംഗ് അപ്പ് ദ കളേർഡ് പീസസ് ഓഫ് ബർത്ത് സർക്കിൾസ് ആൻഡ് പുട്ടിംഗ് ദം ടുഗദർ. എന്താ പറഞ്ഞിരിക്കുന്നത്? ചുവടെയുള്ള ചിത്രങ്ങളിലെല്ലാം രണ്ട് വട്ടങ്ങളിലെയും ഷെയ്ഡ് കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൽ എത്ര ഭാഗം കിട്ടുമെന്ന് കണക്കാക്കുക. അപ്പം നമുക്കത് നോക്കാം. ആദ്യം ഫസ്റ്റത്തെ പിക്ചർ നോക്കിയേ മക്കളെ. നമുക്ക് ഈ പിക്ചർ നോക്കാം. ഇത് നോക്കിയേ, ഇതിൽ എത്രയായിരിക്കും വരിക? 1/3 അല്ലേ? ഇവിടെ എഴുതി കൊടുക്കുക 1/3 പ്ലസ് ഇത് എത്രയായിരിക്കും? ഇത് 5/12 അല്ലേ? 5/12. അടുത്തത് എത്രയായിരിക്കും? അടുത്തത് 4/12 പ്ലസ് 5/12. അപ്പോൾ എത്രയായിരിക്കും? 9/12. മക്കൾക്ക് ഇത് മനസ്സിലായ? ഈ 1/3 നമ്മൾ എന്താ ചെയ്തേ? 1/3 1 × 4/3 × 4 അങ്ങനെ ചെയ്തിട്ടാണ് 4/12 കിട്ടി. മക്കൾക്ക് മനസ്സിലായ? ഇനി ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? 3 × 3/4 × 3 എത്രയായിരിക്കും? 4/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4/3 ആണ്. നമുക്ക് അടുത്തത് നോക്കാം. രണ്ടാമത്തെ ഈ ചിത്രം നോക്കിയ മക്കളെ, ഇതിൽ എത്ര ഭാഗങ്ങൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്? ഒരു ഭാഗം അല്ലേ? 1/6 വരും ഇത്. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കുക 1/6 പ്ലസ് എത്രയാണ്? 3/4 അല്ലേ? 3/4. ഇനി ഇതിന് 2/12. ഇതതിനെ കിട്ടിയെന്ന് മക്കൾക്ക് മനസ്സിലായ? ഈ 1/6 1/6 = 1 × 2 6 × 2 = 2/12. അടുത്തത് 3/4 3 × 3/4 × 3 എത്രയായിരിക്കും? 9/12. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുക 9/12 = 11/12. ഓക്കെ, ഇത് നോക്കിയേ. ഈ ചിത്രത്തിലെ രണ്ട് വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ 3/4 ഭാഗം കിട്ടും. ഈ ചിത്രത്തിലെ രണ്ട് വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ 11/12 ഭാഗം കിട്ടും. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എത്രയായിരിക്കും മക്കളെ? ഇതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? 3/5 പ്ലസ് ഇതിൻ്റെ 3 3/8. അടുത്തതോ? അടുത്തത് 24 24/40 പ്ലസ് 15/40. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് മക്കൾക്ക് മനസ്സിലായ? അത് നമുക്കത് ചെയ്യാം. 3/5 അല്ലേ? അതിന് 3 × 8/5 × 8 അപ്പോൾ 24/14 കിട്ടും. അടുത്തത് 3/8 = 3 × 5 8 × 5 അപ്പോൾ എത്രയായിരിക്കും? 15/14. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരും 39/40. ഓക്കെ, ഈ ചിത്രത്തിലെ രണ്ട് വട്ടങ്ങളിലെയും നിറം കൊടുത്ത ഭാഗങ്ങൾ വെട്ടിയെടുത്ത് ചേർത്ത് വെച്ചാൽ ഒരു വട്ടത്തിൻ്റെ 39/40 ഭാഗം കിട്ടും. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സംസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. നമുക്കത് നോക്കാം. ആദ്യം 1/4 പ്ലസ് 1/8 ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? 1/4 എന്തായിരിക്കും? 1 × 2/4 × 2
അപ്പോൾ എത്ര ആയിരിക്കും മക്കളെ അതിൻ്റെ ആൻസർ? 2/8 അല്ലേ? ഇനി 1/4 പ്ലസ് 1/8 എത്രയായിരിക്കും? 2/8 പ്ലസ് 1/8. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 3/8 അല്ലേ? അടുത്തത് 3/4 പ്ലസ് 1/6. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം 3/4 ചെയ്യാം. 3 ഇൻറ്റു 3/4 ഇൻറ്റു 3 എത്രയായിരിക്കും? 9/12. ഓക്കെ. അടുത്തത് 1/6 is equal to 1 ഇൻറ്റു 2/6 ഇൻറ്റു 2. അപ്പോൾ എത്രയായിരിക്കും മക്കളെ ആൻസർ? 2/12. ഓക്കെ. ഇനി ഉള്ള സ്ഥലം നമുക്കിവിടെ ചെയ്ത് നോക്കാം. 3/4 പ്ലസ് 1/6 എത്രയായിരിക്കും? 9/12 പ്ലസ് 2/12. അതിൻ്റെ ആൻസർ 11/12. ഓക്കെ. അടുത്തത് 1/3 പ്ലസ് 2/5 ചെയ്ത് നോക്കാം. 1/3 ഈക്വൽ ടു 1 ഇൻറ്റു 5/3 ഇൻറ്റു 5. ഓക്കെ. 5/15. അടുത്തത് 2/5 ഈക്വൽ ടു 2 ഇൻറ്റു 3/5 ഇൻറ്റു 3 എത്രയായിരിക്കും? 6/15. അടുത്തത് 1/3 പ്ലസ് 2/5 ഈക്വൽ ടു 5/15 പ്ലസ് 6/15. എൻ്റെ ആൻസർ 11/15. ഓക്കെ. ഇനി നെക്സ്റ്റ് 1/2 പ്ലസ് 2/5 അല്ലേ? അത് 1/2 എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ചെയ്യല്? 1 ഇൻറ്റു 5/2 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? 5 ഇൻറ്റു 5/10. അടുത്തത് 2/5 ഈക്വൽ ടു 2 ഇൻറ്റു 2/5 ഇൻറ്റു 2. അതിൻ്റെ ആൻസർ 4/10. ഓക്കെ. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് 1/2 പ്ലസ് 2/5. 2/5 അപ്പോൾ എത്രയായിരിക്കും മക്കളെ കിട്ടുക? 5/10 പ്ലസ് 4/10 ഈക്വൽ ടു 9/10. ഓക്കെ. മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 2/3 പ്ലസ് 1/5 അല്ലേ? അതെങ്ങനെ ചെയ്യുക? 2/3 എങ്ങനെയായിരിക്കും ചെയ്യുക? 2 ഇൻറ്റു 5/3 ഇൻറ്റു 5 അപ്പോൾ എത്രയായിരിക്കും? 10/15 അല്ലേ? അടുത്തതോ? അടുത്തത് 1/5 അല്ലേ? അത് 1 ഇൻറ്റു 3. 1 ഇൻറ്റു 3/5 ഇൻറ്റു 3. 5 ഇൻറ്റു 3 അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 3/15. അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. 2/3 പ്ലസ് 1/5 ഈക്വൽ ടു 10/15 പ്ലസ് 3/15. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 13/15. ഓക്കെ. നമുക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Next question, there are 2 taps to fill a tank with water. If the first tap alone is open, the tank would fill up in 10 minutes. If the second tap alone is open, it would take 50 minutes to fill up the tank. എന്താ പറഞ്ഞിരിക്കുന്നത്?
ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 2 കുഴലുകളുണ്ട്. ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ ടാങ്ക് നിറയാൻ 15 മിനിറ്റ് വേണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. If the first tap alone is open, what fraction of the tank would be filled in 1 minute? ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? എത്രയായിരിക്കും മക്കളെ? നമുക്കത് ചെയ്ത് നോക്കാം. If only the first tap is opened, the entire tank will be filled in 10 minutes. That is the part filled in 1 minute is equal to 1/10. എന്താ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ? ഒന്നാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 10 മിനിറ്റിൽ മുഴുവൻ ടാങ്കും നിറയും. അതായത് 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ 1/10 ഭാഗം നിറയും. അടുത്തത് 2/10 parts in 2 minutes. 3/10 parts in 3 minutes. 4/10 parts in 4 minutes. 10/10 parts in 10 minutes. 10 minutes. 10/10 is equal to 1 full. അപ്പം മക്കൾക്ക് മനസ്സിലായ? 2 മിനിറ്റിൽ 2/10 ഭാഗം, 3 മിനിറ്റിൽ 3/10 ഭാഗം, 4 മിനിറ്റിൽ 4/10 ഭാഗം, 10 മിനിറ്റിൽ 10/10 ഭാഗം. 10/10 എന്ന് വെച്ചാൽ 1 ഫുൾ മുഴുവൻ. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിന്റെ ഇഫ് ദ സെക്കൻഡ് ടാപ്പ് അലോൺ ഈസ് ഓപ്പൺ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? എത്രയാണ് മക്കളെ? If only the second tap is open, the entire tank will be filled in 15 minutes. That is the part filled in 1 minute. 1/15. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ടാമത്തെ കുഴൽ മാത്രം തുറന്നു വച്ചാൽ 15 മിനിറ്റിൽ മുഴുവൻ ടാങ്കും നിറയും. അതായത് 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ 1/15 ഭാഗം നിറയും. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺ, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടാങ്ക് വുഡ് ബി ഫിൽഡ് ഇൻ 1 മിനിറ്റ്? 2 കുഴലുകളും തുറന്നു വെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? എത്രയായിരിക്കും? The part filled through
the first tap in 1 minute is equal to 1/10. ഓക്കെ, ഒന്നാമത്തെ കുഴലിലൂടെ 1 മിനിറ്റിൽ നിറയുന്നത് 1/10 ഭാഗം. അടുത്തത് the part filled through the second tap in 1 minute 1/15. രണ്ടാമത്തെ കുഴലിലൂടെ 1 മിനിറ്റിൽ നിറയുന്നത് 1/15 ഭാഗം. അടുത്തത് if both taps are open, the part filled in 1 minute is equal to 1/10 plus 1/15. രണ്ട് കുഴലുകളും തുറന്നു വച്ചാൽ 1 മിനിറ്റ് കൊണ്ട് നിറയുന്ന ഭാഗം 1/10 പ്ലസ് 1/15. ഇനി 3/30 2/30 is equal to 5/30. ഈ 3 എങ്ങനെ കിട്ടിയെന്ന് മക്കൾക്ക് മനസ്സിലായോ? ചെയ്ത് കാണിച്ചു തരാം. 1/10 അല്ലേ, അപ്പം അതിന് 1 × 3/10 × 3. ഓക്കെ, 3/30. അടുത്തത് 1/5 അല്ല 1 × 5/6 × 5. ഇപ്പം എത്ര ഭാഗം? 1/60 അല്ലേ, 1/60 പാർട്ട്. ഓക്കെ, മക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ബോത്ത് ദ ടാപ്സ് ആർ ഓപ്പൺ, ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ഫോർ ദ ടാങ്ക് ടു ബി ഫിൽഡ് അപ്പ്? രണ്ട് കുഴലുകളും തുറന്നു വെച്ചാൽ എത്ര മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും? എത്ര മിനിറ്റ് കൊണ്ട് നിറയും മക്കളെ? If both the taps are open, 1/6 part filled in 1 minute, 2/6 part filled in 6 minutes. ഇത് മനസ്സിലായില്ലേ മക്കൾക്ക്? 3/6 part filled in 6 minutes. ഇതെങ്ങനെ മനസ്സിലായേ? രണ്ട് കുഴലുകളും തുറന്നു വെച്ചാൽ 1 മിനിറ്റിൽ 1/6 ഭാഗം നിറയും. 2 മിനിറ്റിൽ 2/6 ഭാഗം നിറയും. അടുത്തത് വരുമ്പോൾ എന്താ വരിക? 3 മിനിറ്റിൽ 3/6 ഭാഗം നിറയും. അപ്പം 4 മിനിറ്റിൽ 4/6 ഭാഗം നിറയും. അപ്പം 6 മിനിറ്റിൽ എത്ര ആയിരിക്കും? ഇൻ 6 minutes 6/6 അത് എത്ര ആയിരിക്കും? 1 ഫുൾ ഫിൽഡ്. 6 മിനിറ്റിൽ 6/6 is equal to 1 നിറയും. 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. അപ്പം മക്കൾക്ക് ഈ പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.